സാറേ, പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾക്ക് അമേരിക്ക കാവൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യമാവോ? ഇത് CIA ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ഇപ്പോൾ CIA ഇല്ല. മുമ്പും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. CIA പലരെയും പലതരത്തിൽ പീഡിപ്പിച്ച് സത്യം പറയിക്കുന്നു എന്നൊക്കെ മുമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ള ആളാണ് ജോൺ കിരിയാക്കോ. ജോൺ കിരിയാക്കോ ഒരു ചാനലുമായിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ ആണവായുധങ്ങൾക്ക് കാവൽ പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് അമേരിക്കയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ അണുബോംബ് അനാവശ്യ കൈകളിലേക്ക് വഴിമാറി പോകാൻ പാടില്ല എന്ന് പാകിസ്ഥാന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഈ കാവൽ നിൽക്കുന്നത് എന്നാണ് ജോൺ കിരിയാക്കോ പറയുന്നത്. ഈ ഇന്ത്യ പാകിസ്ഥാൻ 3 ദിവസത്തെ യുദ്ധസമയത്ത് നമ്മൾ കിരാന ഹില്ലിൽ ഒരു ആണവ നിലയത്തിൻ്റെ നേരെ ആക്രമണം നടത്തി എന്നൊക്കെ റൂമർ ഉണ്ടായിരുന്നു. പിന്നീട് രാജ്യാന്തര ആണവ ഏജൻസി അങ്ങനെ നടന്നിട്ടില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് ലീക്കൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ. പക്ഷേ ഈ കിരാന ഹിൽസിൽ ഉള്ള ബോംബുകളൊക്കെ അമേരിക്കയുടേതാണെന്ന് അന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു. അമേരിക്കയുടെ അണുബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞൊരു റൂമർ വന്നിരുന്നു. അങ്ങനെയല്ല, പാകിസ്ഥാൻ്റെ ബോംബുകൾ തന്നെ ഇത് അനാവശ്യ കൈകളിലേക്ക് പോകാതെ അമേരിക്കയുടെ കമാൻഡിലാണ് ആ ഫെസിലിറ്റി ബോംബുകൾ എന്നുള്ളതാണ് ജോൺ കിരിയാക്കോ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്നത്. അമേരിക്ക കാവൽ നിൽക്കുന്നു പാകിസ്ഥാൻ്റെ അണുബോംബിന്. അപ്പോൾ ഇത് ഈ ജോൺ കിരിയാക്കോ പറയുന്നത് ഒരു മുതിർന്ന പാകിസ്ഥാൻ ജനറലാണ് ജോണിനോട് ഇത് പറഞ്ഞത് എന്നുള്ളതാണ് അവർ തമ്മിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺ കിരിയാക്കോ നേരത്തെ പാകിസ്ഥാനിൽ ജോലി ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ ബൻസിയിൽ ഇരുന്ന് CIA ഓപ്പറേഷൻസൊക്കെ നിർവഹിച്ചിരുന്ന ആളാണ് ജോൺ കിരിയാക്കോ. വെറുതെ ഇരുന്നിട്ട് പറയുന്നതല്ല, പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന ആളാണ്. പാകിസ്ഥാൻ ജനറൽമാരെ അറിയുകയും ചെയ്യാം. ജോൺ കിരിയാക്കോ പറയുന്ന വേറൊരു കാര്യം, അമേരിക്കയാണ് ഈ പാകിസ്ഥാൻ്റെ അണുബോംബിന് കാവൽ നിൽക്കുന്നത് എന്നുള്ളത് ഇന്ത്യക്ക് അറിയാം. ഇന്ത്യക്ക് അറിയാവുന്നത് കൊണ്ടാണ് ആ യുദ്ധം ഇത്ര പെട്ടെന്ന് തീർന്നു പോയത്. അതിന് വേണ്ട പ്രയോഗങ്ങൾ ഇന്ത്യ സൂത്രപ്പണിയൊക്കെ നടത്തിയിട്ടുണ്ട്. അതായിരിക്കണം ഈ കിരാന ഹിൽസ്. കാരണം നമ്മളെ ആക്രമിച്ചൊരു വ്യോമതാവളത്തിൻ്റെ തൊട്ടടുത്തായിരുന്നല്ലോ ഈ കിരാന ഹിൽസ്. ആ മേഖലയിലാണ് നമ്മൾ പണിതത്. അപ്പോൾ ഈ ജോൺ കിരിയാക്കോ മുമ്പും പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. CIA ജോലി ചെയ്യുന്ന കാലത്ത് വളരെ വിവാദ പുരുഷനായിരുന്ന ആളാണ് അദ്ദേഹം. 2007 CIA വാട്ടർ ബോർഡിങ് നടത്തുന്നു എന്ന് വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ഈ മൂക്കും വായയും മൂടിക്കെട്ടുക ഒരു പ്രതിയുടെ. അയാൾ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തണമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ മൂക്കും വായയും പൊത്തിയിട്ട് ഒരാളെ ഈ തല വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മുങ്ങി ചാവുകയാണെന്ന് തോന്നും. ഡ്രൗണിങ്ങിൻ്റെ ഇഫക്റ്റാണ് വരുന്നത്. അപ്പോൾ ചാവുകയാണെന്ന് തോന്നുമ്പോൾ എല്ലാ കാര്യങ്ങളും തത്തമേ പൂച്ച പോലെ പറയുമല്ലോ. അപ്പോൾ ആ പരിപാടി CIA ചെയ്യുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയ ആളാണ്. സത്യമായിരുന്നു. പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേറൊരു കേസിൽ ഇയാളെ ജയിലിലടച്ചു. കുറച്ച് വർഷം ഇയാൾ ജയിലിലായിരുന്നു. വിവരം പുറത്താക്കിയതായിരുന്നു കാര്യം. അപ്പോൾ CIA അനധികൃത പീഡന പദ്ധതികൾ അന്ന് പുറത്ത് ആക്കിയ വിസിൽ ബ്ലോവറാണ് ജോൺ കിരിയാക്കോ. അപ്പോൾ അൽ-ഖ്വയ്ദയുടെ അബു സുബൈദ എന്ന് പറഞ്ഞൊരാളെ CIA ഇങ്ങനെ പീഡിപ്പിച്ചു. അങ്ങനെ ഈ അബു സുബൈദ കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞിരുന്നു എന്ന് ജോൺ കിരിയാക്കോ പറഞ്ഞിരുന്നു. അൽ സുബൈദ എല്ലാം തുറന്നു പറഞ്ഞു ഈ മുക്കിയപ്പോൾ എന്ന് ഈ ജോൺ കിരിയാക്കോ പറഞ്ഞത് സത്യമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വെളിപ്പെട്ടു ഇയാളെ അബു സുബൈദ എന്ന് പറഞ്ഞ അൽ-ഖ്വയ്ദ ഓപ്പറേറ്റീവിനെ 83 തവണ ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെന്ന് പിന്നീട് വെളിപ്പെട്ടു വേറെ വഴികളിൽ കൂടി. അപ്പോൾ ഒരു തവണ മുക്കിയപ്പോൾ സമ്മതിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ 170 അണുബോംബ് പാകിസ്ഥാനുണ്ടെന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലല്ല, അമേരിക്കയുടെ കയ്യിലാണ്. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം.
നമ്മൾ ആക്രമിച്ചത് നൂർഖാൻ എയർബേസാണ്. ആ മേഖലയിലൊക്കെയാണ് ഈ കിരാന ഹിൽ ഉള്ളത്. അപ്പോൾ പാകിസ്ഥാൻ്റെ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ അണുബോംബിൻ്റെ കാര്യമൊക്കെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നത്. പാകിസ്ഥാൻ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ. അവിടെ നിന്ന് 1 മൈൽ മാത്രമേ അകലെയുള്ളൂ ഈ നൂർ ഖാൻ ബേസിലേക്ക്. അവിടെയാണ് നമ്മൾ ആക്രമിച്ചത്. അതാണ് അതിൻ്റെ തന്ത്രപ്രാധാന്യമായ സംഭവം എന്ന് പറയുന്നത്. 1998 ഈ പാകിസ്ഥാൻ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷൻ എന്ന് പറഞ്ഞ് ഈ അണുബോംബൊക്കെ മേൽനോട്ടത്തിന് ഉണ്ടാക്കുന്നത്. ഇന്ത്യയുടെ പഴയ വിദേശകാര്യ സെക്രട്ടറി ശ്യാം ശരൺ 2014 ഒരു കാര്യം പറഞ്ഞിരുന്നു. ശ്യാം ശരൺ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ അണുബോംബിൻ്റെ ശേഖരം കൂട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയെ പേടിച്ചിട്ടാണ് കൂടുതൽ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട ആളുകളുടെ കയ്യിലൊക്കെ ഈ ബോംബ് പോകരുത് എന്നുള്ളത് കൊണ്ട് ഈ കൂടുതൽ ഇവർ അണ്വായുധം ഉണ്ടാക്കുന്നു എന്ന് അറിഞ്ഞിട്ടാണ് അമേരിക്ക മേൽനോട്ടത്തിന് വന്നിരിക്കുന്നത്. അടുത്ത കാലത്ത് തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നില്ലേ, അമേരിക്കയിലാക്കി ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാൻ വികസിപ്പിക്കുന്നു എന്ന്. അപ്പൊ അമേരിക്കയെ പാകിസ്ഥാന് പേടിയുണ്ട് പല കാര്യങ്ങളും കൊണ്ട്, അതുകൊണ്ട് അമേരിക്കയിലാക്കുന്നു. ആ പേടി നേരത്തെ ഉണ്ടെന്ന് ശ്യാം ശരൺ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി 2014 തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അണുബോംബ് ഉണ്ടാക്കുന്നത്. അത് അമേരിക്കയ്ക്ക് മനസ്സിലായി. എങ്കിലിത് അൽഖയ്ദയുടെ കയ്യിലോ IS-ന്റെ കയ്യിലോ ഒക്കെ പോകാം, അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് മേൽനോട്ടത്തിന് വന്നിരിക്കുന്നത്. നാഷണൽ കമാൻഡ് അതോറിറ്റി ആണ് പാകിസ്ഥാനിൽ ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്. നാഷണൽ കമാൻഡ് അതോറിറ്റി, അതിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. അതിൽ പട്ടാള മേധാവികളൊക്കെ അംഗങ്ങളാണ്. സ്ട്രാറ്റജിക് പ്ലാനിംഗ് ഡിവിഷൻ അതിൻ്റെ ഭാഗമാണ്. ദൈനംദിന കാര്യങ്ങൾ ഈ അണ്വായുധങ്ങളുടെയൊക്കെ നോക്കുന്നത്. സേനാ മേധാവികൾക്കാണ്, അവരുടെ കീഴിലാണ് ഇതിൻ്റെ ദൈനംദിന ഉത്തരവാദിത്തം. 10,000 ഭടന്മാർ ഈ ഉത്തരവാദിത്തത്തിൻ്റെ കീഴിൽ കാവലിനുമൊക്കെ ഉണ്ട് അമേരിക്കയുടെ. പക്ഷേ അതിൻ്റെ നേതൃത്വം ഒരു അമേരിക്കൻ ജനറലിലാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഈ അണ്വായുധ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ അണുബോംബ് പൊട്ടുമോ അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസംബിൾ ചെയ്യാതെയൊക്കെയാണ് വെക്കുക. ഇതിൻ്റെ ഫിസൈൽ കോർ എന്ന് പറഞ്ഞ ഏരിയ ഉണ്ടല്ലോ, ഫിഷൻ കൊണ്ടാണല്ലോ പൊട്ടുന്നത്, ന്യൂക്ലിയർ ഫിഷൻ. ആ ഫിസൈൽ കോർ ഏരിയ വാർ ഹെഡിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിരിക്കും. ഈ പൊട്ടാനായിട്ടുള്ള ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഫിഷൻ നടത്തുന്ന ആ ഭാഗം. അതുകൊണ്ടാണ് ആക്രമിച്ചാലും ലീക്കില്ല എന്നൊക്കെ എപ്പോഴും പറയുന്നത്. അതായത് സിറിയയിലും ഒക്കെ ആക്രമിച്ചിട്ടുണ്ടല്ലോ ഇസ്രയേൽ പല ആണവ നിലയങ്ങൾ ആക്രമിച്ചിട്ടും ഈ വികിരണം അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ടില്ലല്ലോ. ഇപ്പോൾ ഫോർദോ ആക്രമിച്ചു, നദാൻസ് ആക്രമിച്ചു. അത് ഇതുകൊണ്ടാണ്. അതിനൊരു പ്രോസസ് ഉണ്ട്, അണുബോംബ് ആകാൻ വേണ്ടി മാത്രം. സംഗതി സമ്പുഷ്ടീകരിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും, പക്ഷെ കുറച്ച് സമയമാവും ബോംബാകാൻ. പക്ഷേ ഇപ്പോൾ നമുക്ക് അറിയാം പാകിസ്ഥാൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഡിവിഷൻ്റെ മേൽനോട്ടത്തിലല്ല. ജോൺ കുര്യാക്കോ പറഞ്ഞതോടുകൂടി പെർമിസീവ് ആക്ഷൻ ലിങ്ക്, അതായത് ഈ ആണവ കേന്ദ്രത്തിൻ്റെ പെർമിസീവ് ആക്ഷൻ ലിങ്ക് അമേരിക്കയുടെ കയ്യിലാണ്. എന്ന് പറഞ്ഞാൽ അവർ തീരുമാനിക്കണം എപ്പോൾ എങ്ങനെ പൊട്ടിക്കണം എന്നൊക്കെ ഉള്ളത്. അൺഓതറൈസ്ഡ് ഉപയോഗം പറ്റില്ല, അതാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടേ നടക്കുള്ളൂ, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പാകിസ്ഥാൻ്റെ മറ്റേ ഷഹബാസ് ഷെറീഫൊക്കെ ഞങ്ങളെപ്പോൾ വേണമെങ്കിലും പ്രയോഗിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ യുദ്ധത്തിന് തൊട്ട് മുമ്പ്. നടക്കില്ല, ഇതാണ് അതിൻ്റെ വാസ്തവം. അതാണ് നമുക്കറിയാമായിരുന്നു എന്ന് ജോൺ കിരിയാക്കോ പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അണുബോംബിടും എന്ന് ഈ വർത്താനം പറയുന്നല്ലാതെ പ്രയോഗിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അപ്പോൾ
$100 മില്യൺ ഈ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആയിട്ട് അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഈ സഹായം എന്നുള്ള നിലയ്ക്ക് അവരാണല്ലോ കാവൽ നിൽക്കുന്നത്. അതെ. $100 മില്യൺ എന്ന് പറയുമ്പോൾ 855 കോടി രൂപ. ഹെലികോപ്റ്ററുകൾ, നൈറ്റ് വിഷൻ കണ്ണടകൾ, ഗോഗിൾസ്, ഡിറ്റക്ഷൻ എക്യുപ്മെൻറ്റുകൾ, ഇതൊക്കെ അമേരിക്ക കൊടുത്തിട്ടുണ്ട്. ഇതാണ് സത്യാവസ്ഥ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.